കഴിഞ്ഞ മാസം ഡിസംബർ 28-നാണ് ഇറാനിൽ പൊടുന്നനെ ഒരു പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഗവൺമെന്റ് മാറണമെന്നും ആയത്തുള്ള അലി ഖമേനിയുടെ ഭരണകൂടം അട്ടിമറിക്കണമെന്നുമൊക്കെയുള്ള ആവശ്യവുമായി ഒരു വലിയ വിഭാഗം റോഡിലിറങ്ങുകയും തെരുവിൽ ആക്രമണങ്ങൾ നടത്തുകയും പള്ളികൾക്ക് നേരെയും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് നേരെയും എന്നുവേണ്ട രാജ്യത്തെ വിവിധ മേഖലകളിലേക്ക് പൊടുന്നനെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. എന്നാൽ അതിനുശേഷം വെസ്റ്റേൺ മാധ്യമങ്ങളും അതുപോലെ നമ്മുടെ നാട്ടിലെ പോലും ചില മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പ്രതിഷേധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ അട്ടിമറിക്കപ്പെടുമെന്നും ഇറാനിലെ കാര്യങ്ങൾ വളരെ പരിതാപകരമാണെന്നും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സത്യത്തിൽ ഇറാനിലെ പ്രതിഷേധം കയ്യിൽ നിന്ന് പോയ അവസ്ഥയിലും വളരെ ആളിക്കത്തുന്ന രീതിയിലുമായിരുന്നുവെങ്കിലും ഇപ്പോൾ 2-3 ദിവസങ്ങളായി അതിന് ശമനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇപ്പോൾ ഇറാൻ അറിയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കാര്യങ്ങൾ മുഴുവനും ഇറാന്റെ കൺട്രോളിലേക്ക് വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുകയും വിദേശികളുടെ വാക്ക് കേട്ടുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വാക്ക് കേട്ടുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇറാനിൽ കൊടും ഭീകരതയും തീവ്രവാദവും വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച, ഇവിടെ ഭരണത്തിനെതിരെയും ഇറാനെതിരെയും വേണ്ടി പ്രവർത്തിച്ച ആളുകളെ കൃത്യമായി പിടികൂടുകയും അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കുകയും ചെയ്യുമെന്നുള്ള വലിയ പ്രഖ്യാപനമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അലി ഖമേനി രാജ്യം വിട്ടു എന്ന് വരെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമേനി ആയിരങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കവേ പറഞ്ഞു, നമ്മുടെ രാജ്യത്തൊരു വലിയ കലാപം അമേരിക്ക ട്രംപ് അറേഞ്ച് ചെയ്തു എന്ന്. സയണിസ്റ്റ് ഭരണകൂടം നടപ്പിലാക്കിയ ഇത്തരത്തിലുള്ള ഈ കലാപത്തിലും ആക്രമണത്തിലും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പരമോന്നത നേതാവ് തുറന്ന് സമ്മതിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിൽ അലി ഖമേനി രംഗപ്രവേശനം നടത്തി അമേരിക്കക്കെതിരെയും ഇസ്രയേലിനെതിരെയും കടുത്ത ഭാഷയിലാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ഈ ഒരു പ്രതിഷേധത്തിനിടെ ഇപ്പോൾ അത് ശാന്തി നേടുമ്പോൾ 10,000-കണക്കിന് ആളുകളെ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും ഗ്രാമങ്ങളിലേക്കും പല തെരുവുകളിലേക്കും സിറ്റികളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് പല സ്റ്റേറ്റുകളിലും സ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലും അറസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒരാളെയും ഇറാനിന് എതിരെ പ്രവർത്തിച്ച് അമേരിക്കയുടെ കൂടെയും ഇസ്രയേലിൻ്റെയും വാക്ക് കേട്ട് രംഗത്തിറങ്ങിയ ഒരാളെയും വെറുതെ വിടില്ല എന്നാണ് ഇറാന്റെ പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിർത്തിയിലൂടെ ഇറാനിലേക്ക് കടന്ന ഒരു ഭീകര സംഘത്തിലെ കുറെ ആളുകളെ ഈ അടുത്ത ദിവസം അറസ്റ്റ് ചെയ്തു എന്ന് ഇന്റലിജൻസ് മന്ത്രാലയം കഴിഞ്ഞ തിങ്കളാഴ്ച അറിയിക്കുകയുണ്ടായി. ഇത്തരത്തിൽ കാര്യമായും ഇപ്പോൾ അറസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ കെട്ടിടങ്ങളും പള്ളികളും ആക്രമിച്ചവരെയാണ്. അവരെ ഒരാളെയും വെറുതെ വിടില്ല എന്ന് പോലീസ് മേധാവി തവണകളായി പറയുകയാണ്. അതുപോലെ തന്നെ കബളിപ്പിക്കപ്പെട്ട ആളുകൾക്ക് 3 ദിവസത്തെ തടവോടുകൂടി അവർക്ക് ശിക്ഷാ ഇളവ് ലഭിക്കുന്ന ഒരു പുതിയ പ്രഖ്യാപനവും പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കബളിപ്പിക്കപ്പെട്ട ആളുകൾ അവർ സ്വയം കീഴടങ്ങിയാൽ 3 ദിവസം തടവ് മാത്രം ശിക്ഷിച്ച് അവർക്ക് ഇളവ് ലഭിക്കുന്നതാണ്. അതിനിനിയും സമയമുണ്ടെന്നും ജനങ്ങളോട് ആളുകൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള കലാപകാരികളും ആക്രമകാരികളുമായ തീവ്രവാദികളെ മുഴുവനായും ഒരാളെ കൂടാതെ പിടികൂടുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത്. അറസ്റ്റിലായവർ പലരും ആക്രമണം നടത്തിയതും കൊലപാതകം നടത്തിയതും കൊള്ള നടത്തിയതും ഒക്കെയായ പല കാര്യങ്ങളും കുറ്റസമ്മതം നടത്തി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കുറ്റസമ്മതങ്ങൾ അന്താരാഷ്ട്ര വിമർശനങ്ങൾക്ക് നടുവിലും ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരെയും പിടികൂടുകയും എല്ലാവർക്കും അർഹമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യും. അത് കടുത്ത ശിക്ഷയായിരിക്കും. കബളിപ്പിക്കപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ അറിയാതെ അതിലിറങ്ങിപ്പോയവർക്ക് ചെറിയ ശിക്ഷ നൽകി വിടുകയും, എന്നാൽ അമേരിക്കക്കും ഇസ്രയേലിനു വേണ്ടി പ്രവർത്തിച്ച ഇറാന് എതിരെ പ്രവർത്തിച്ച ആളുകളെ വളരെ കടുത്ത ശിക്ഷ നൽകിക്കൊടുക്കുകയും ചെയ്യുമെന്ന പ്രഖ്യാപനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇറാനെ ഇതാ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുണ്ടായി. അതിനുശേഷം ട്രംപ് പറഞ്ഞത് ഇറാനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 800 ആളുകളെ വധശിക്ഷ ചെയ്യാതെ വധശിക്ഷയിൽ നിന്ന് മോചിതരാക്കിക്കൊണ്ടുള്ള
പ്രഖ്യാപനം എനിക്ക് ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് ഇനി ഇറാനെ ആക്രമിക്കുന്നില്ല എന്ന് ട്രംപ് പറഞ്ഞു എന്ന് മാത്രമല്ല, അത്തരമൊരു നടപടി സ്വീകരിച്ചതിന് ഇറാനും നന്ദി പറയുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇറാനെതിരെ പ്രവർത്തിച്ചവരെ ഒരാളെയും വെറുതെ വിടില്ല എന്ന പ്രഖ്യാപനമാണ് അപ്പോഴും അതിനുശേഷവും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ കടുത്ത ശിക്ഷ നൽകുന്നതോടൊപ്പം തന്നെ ഇറാനെതിരെ പ്രവർത്തിച്ച ചില മാന്യന്മാരായ ചില ആളുകളുണ്ട്. അവര് വലിയ ബിസിനസ്സുകാരും മറ്റുമൊക്കെ ആയ ആളുകളുടെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടുകയും എന്നതിന് ശേഷം ഈ കലാപത്തിൽ ടെഹ്റാനിലും മറ്റു ഭാഗങ്ങളിലും ഒക്കെ സംഭവിച്ച നാശനഷ്ടങ്ങൾ അത് നികത്തുകയും ചെയ്യുമെന്ന പ്രഖ്യാപനവും കൂടി ഇറാന്റെ ഭാഗത്ത് നിന്ന് വരികയാണ്. ഇപ്പോൾ IRGC ഇറാൻ സൈന്യം അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഫാൻസ് ന്യൂസ് ഏജൻസി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് ഉടനീളം കടകളുള്ള ഒരു വലിയ നിരവധി ഭക്ഷ്യവസ്തുക്കളുടെ ബ്രാൻഡുകളും സ്ഥാപനങ്ങളുമുള്ള ഒരു പ്രമുഖ ബിസിനസ്സുകാരൻ്റെ മുഴുവൻ സ്വത്തും കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയെന്നും ഈ സ്വത്ത് മാത്രം ടെഹ്റാനിൽ വന്ന നാശനഷ്ടങ്ങൾ നികത്തുവാൻ മാത്രം ഉതകുന്നതാണ് എന്നും കഴിഞ്ഞ ദിവസം ഈ ഫാൻസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇത്തരത്തിൽ പലരുടെയും പല ബിസിനസ്മാന്മാരുടെയും, അതായത് ഈ ഒരു പ്രതിഷേധത്തെ ഈ ഒരു ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും കൂടെ ചേർന്നുകൊണ്ട് ഇറാനെതിരെ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായി പ്രവർത്തനത്തിന് അനുകൂലമായി നിന്ന പിന്തുണച്ച ആളുകളുടെ ഒക്കെയും സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നുള്ളതാണ്. അതുപോലെ 2022 പ്രതിഷേധത്തിൽ പരസ്യമായി പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്ന മുൻ ഫുട്ബോൾ താരത്തിൻ്റെ ഗഫൂരി എന്ന് പറയുന്ന മുൻ ഫുട്ബോൾ താരത്തിൻ്റെ മുഴുവൻ സ്വത്തുക്കളും കണ്ടുകെട്ടിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തരെയും ഒരാളെയും വെറുതെ വിടാതെ 10,000-കണക്കിന് ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പോഴും അറസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇറാനിൽ നിന്നുള്ള വാർത്ത. ഇനി ഇത്തരത്തിൽ ഇറാനിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും നിരവധി ആളുകളെ കൊല്ലുകയും ചെയ്തതിൻ്റെ കാരണക്കാരൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് തവണകളായി ഇറാനിലെ മേധാവികൾ, ഇറാൻ നേതൃത്വം, ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാനിൽ ഈ പ്രതിഷേധം വന്ന് ദിവസങ്ങൾക്കകം തന്നെ ഇത്തരത്തിൽ ഇറാൻ പൂർണ്ണമായും ഒരു ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. ഇറാനിൽ ഇപ്പോഴും ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇന്റർനെറ്റ് നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ ഇടക്കിടക്കായി ഇന്റർനെറ്റ് സേവനം ഉണ്ടെങ്കിലും അത് വീണ്ടും പോകുന്ന ഒരവസ്ഥയിലേക്കാണെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ വിദേശത്തും മറ്റുമൊക്കെ കഴിയുന്ന ഇറാനികൾ വളരെ വലിയ വിഷമമാണ് അനുഭവിക്കുന്നത്. രാജ്യത്തുള്ളവർ അനുഭവിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇന്റർനെറ്റ് ഇല്ലാതെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു കാലാവസ്ഥയാണ് ലോകത്തുള്ളത് എന്നതുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഇറാനിലെ ജനങ്ങളും ഇറാനിലേക്ക് ആശയവിനിമയം നടത്തേണ്ടവരും വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ആഴ്ച അവസാനത്തോടു കൂടി ഇറാനിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഇറാൻ പ്രസിഡന്റിന്റെ ശാസ്ത്രീയകാര്യ ഡെപ്യൂട്ടി ഹുസൈൻ പറഞ്ഞു എന്ന് ചില അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാജ്യത്തെ മുൻനിര മൊബൈൽ കമ്പനികളിലൊന്നായ ഇറാൻ സെല്ലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിനെ കഴിഞ്ഞ ദിവസം മാറ്റി എന്നുള്ളതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ഈ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കെ അതിനോട് ആശയവിനിമയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് പൂർണ്ണമായും ഗവൺമെൻറ്റുമായി സഹകരിക്കാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയുണ്ടായത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഗവൺമെൻറ്റുമായി സഹകരിക്കാത്ത ഏതെങ്കിലും രീതിയിൽ ഈ പ്രതിഷേധത്തോട് പിന്തുണ അറിയിച്ച് രംഗപ്രവേശനം നടത്തിയ മുഴുവൻ ആളുകൾക്കും അവർക്കർഹമായ രീതിയിലുള്ള ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ ടെലിവിഷനും അതുപോലെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഇൻ്റർനെറ്റുകളും നിലച്ചുപോയി കഴിഞ്ഞാലും ഇറാനിൽ ഏക വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏക ചാനൽ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ടെലിവിഷനാണ്. ഇറാൻ TV, ഈ സ്റ്റേറ്റ് TV എന്ന് പറയുന്ന ഇറാൻ ടെലിവിഷൻ്റെ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ആരോ അത് ഹൈജാക്ക് ചെയ്യപ്പെടുകയും ആ ഇറാൻ TV ഈ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ പ്രതിഷേധത്തിൻ്റെ വിവിധ വീഡിയോകൾ സംപ്രേഷണം ചെയ്തു എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരാളെയും വെറുതെ വിടില്ല എന്നത് തന്നെയാണ് ഖമേനിയുടെയും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റിൻ്റെയും വിദേശകാര്യ മന്ത്രിയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന്
ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ ട്രംപ് പറയുന്നു ഒരു പ്രതിഷേധക്കാരെയും ഇറാൻ ശിക്ഷിക്കാൻ പോകുന്നില്ല എന്ന്. കാരണം ഈ ട്രംപിനത് പറയൽ ആവശ്യമാണ്. കാരണം സഹായം ഇതാ വരുന്നു, നിങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കൈയടക്കൂ, എല്ലാം പിടിച്ചെടുക്കൂ, ആക്രമണങ്ങൾ നിരത്തൂ എന്നൊക്കെ ഇറാനിലെ പ്രതിഷേധക്കാർക്ക് പല രീതിയിലുള്ള വാഗ്വാദങ്ങൾ നൽകിക്കൊണ്ട് പൊടുന്നനെ ഒരു സഹായം എത്തിക്കുവാനോ ഒരു ആക്രമണം നടത്തുവാനോ ഒന്നിനും കഴിയാതെ ട്രംപ് പിന്മാറുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഇറാൻ ആക്രമണങ്ങളിൽ നിന്നും അതിജീവിച്ചു, അതുപോലെ ഈ പ്രതിഷേധത്തിൽ നിന്നും ഇറാൻ അതിജീവിച്ചു. ഇസ്രയേലിൻ്റെ ഒരു കളിയും തൽക്കാലം ഇറാനോട് നടന്നില്ല എന്നു തന്നെ വേണം പറയാൻ. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.